ഈ ഗവൺമെൻറ്റിനെ സാധാരണക്കാരായ ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെതിരാക്കാൻ എന്താണ് മാർഗം എന്ന് റിസർച്ച് നടത്തി അതിൽ ഡോക്ടറേറ്റ് വാങ്ങിയവനാണ് ഈ എം.ആർ. അജിത് കുമാർ. നിരന്തരമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുക. പാർട്ടിക്ക് വമ്പൻ ക്ഷീണം ഉണ്ടാവും. 2023-22 ആ ഓർഡർ 20,000 രൂപയായി വില താഴ്ത്തി നിശ്ചയിച്ചതിൽ ഒപ്പിട്ടിരിക്കുന്നത് സുജിത്താസല്ലേ. അത് സംബന്ധിച്ചുള്ള കാര്യം ആവശ്യമായ സമയമെടുത്ത് പരിശോധിച്ച് നിലപാട് സ്വീകരിക്കേണ്ടിയാണ്. അതെല്ലാം അതൊന്നും വെറുതെ പറയാണ്. പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരില്ല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. നമസ്കാരം. പൂരം കലക്കി സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു. യൂട്യൂബറെ രക്ഷിക്കാൻ 1.5 കോടി കൈക്കൂലി വാങ്ങി. സർക്കാർ നയത്തിനെതിരെ പ്രവർത്തിച്ച് ജനരോഷം എതിരാക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP M.R. അജിത് കുമാറിനെതിരെ PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ചെറുതല്ല. കേവലം മരം മുറി ആരോപണത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ പരാതികൾ പാർട്ടി പരിശോധിക്കുമെന്ന് പറയുമ്പോഴും PV അൻവറിന് പരിമിതികളുണ്ട് എന്ന് പറയുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവറിന്റെ ആരോപണങ്ങളാകട്ടെ CPM-ന്റെ അണികൾ കാലങ്ങളായി ഉന്നയിക്കുന്ന പരാതികൾക്കുള്ള തെളിവുകളുമാണ്. ദുരൂഹതകളിലേക്ക് വെളിച്ചം വീശുന്ന അൻവറിനെ പാർട്ടി പിന്തുണയ്ക്കുമോ? ഒടുക്കം ബാക്കിയാവുക അൻവറോ അതോ അജിത് കുമാറോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി PV അൻവർ MLA, കോൺഗ്രസ് വക്താവ് അബിൻ വർക്കി, മാധ്യമപ്രവർത്തകൻ K. ഷാജി എന്നിവർ. ആദ്യം K. ഷാജിയിലേക്ക്. ഷാജി, ഇന്ന് PV അൻവർ MLA ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തെങ്കിലും തെളിവ് സഹിതമല്ല അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ വളരെ ഗൗരവമുള്ള സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെക്കുറിച്ച്, ക്രമസമാധാന പാലനത്തെക്കുറിച്ച്, പോലീസിങ്ങിനെക്കുറിച്ച് കഴിഞ്ഞ 5-8 വർഷമായി പല കോണുകളിൽ നിന്ന് വരുന്ന ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല അതെവിടെയാണെന്ന് പിൻ പോയിന്റ് കൂടി ചെയ്യുന്നു അദ്ദേഹം. ഇത് ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതെന്നല്ലേ? പാർട്ടി അത് ആ നിലയിൽ കാണുന്നുണ്ടോ ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം കാണുമ്പോൾ? ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എനിക്ക് കാര്യം പറയാനുള്ളത്, ബഹുമാന്യനായ PV അൻവർ MLA അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട്, പ്രത്യേകിച്ച് പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളോട്, അതുപോലെ തന്നെ അതിജീവനപരമായ കാര്യങ്ങളോട്, മണ്ണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, വെള്ളത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വളരെ വിമർശനാത്മകമായിട്ടുള്ള നിലപാടുകളുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ ഒരു MLA എന്ന നിലയിൽ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുന്ന നീതിയുടെ കൂടെ നിൽക്കാൻ തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഇതൊരു മനുഷ്യന്, ഒരു ജനപ്രതിനിധിക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള നീതിയാണ്. അപ്പോൾ ആ നീതി കിട്ടാതാവുമ്പോൾ കേരളത്തിലൊരു പൗരൻ, ജനങ്ങൾ തിരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ച ഒരു പ്രതിനിധി പരസ്യമായി ജനങ്ങളുടെ മുന്നിൽ പറയുകയാണ്, ഇവിടുത്തെ പോലീസിൽ നിന്ന് എനിക്ക് നീതി കിട്ടുന്നില്ല, ഇവിടുത്തെ പോലീസ് സംവിധാനം എനിക്ക് നീതി നിഷേധിക്കുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ഇന്നലെ ഈ ഒരു വാർത്ത വന്നപ്പോൾ തന്നെ നമുക്ക് വലിയൊരു കൗതുകമുണ്ടായി. ശ്രീ PV അൻവറിനെ പോലെ ഒരാൾ മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ, അനധികൃതമായി മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ സംസാരിക്കുന്നു. അപ്പം അതിൻ്റെ ആ ഒരു കൗതുകം മാറ്റിവെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കാര്യമാണ്. സംസ്ഥാന പോലീസ് വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥലത്ത് വളർന്നു വന്നിരുന്ന മരങ്ങളെ, അല്ലെങ്കിൽ നട്ടുവളർത്തിയ മരങ്ങളെ അനധികൃതമായി പോലീസ് സംവിധാനത്തിലുള്ള ആളുകൾ വളരെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി മുറിച്ചു മാറ്റിക്കൊണ്ടുപോയിരിക്കുന്നു. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ചെല്ലുന്നു. അദ്ദേഹത്തെ അങ്ങോട്ട് അകത്തേക്ക് കടക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവിടെ പോയി ഒരു വസ്തുതാന്വേഷണത്തിന് പോയി ഒരു MLA തടഞ്ഞു നിർത്തുന്ന ഒരു അവസ്ഥ കേരളത്തിലുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കറിയാം, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി അറിയാൻ വേണ്ടി ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും അല്ലാത്ത ആളുകളും എല്ലാം ഇങ്ങനെ കടന്നു ചെന്ന് ഏത് അധികാര സ്ഥാനത്തായാലും, ഏത് വനത്തിൻ്റെ ഉള്ളിലായാലും, ഏത് സംരക്ഷിത മേഖലയിലായാലും കടന്നു ചെന്ന് അവിടെ പറയുന്ന ആരോപണങ്ങൾ സത്യമുണ്ടോ എന്ന് നേരിട്ട് പരിശോധിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീ PV അൻവർ MLA അവിടെ കടന്നു ചെന്ന് അവിടെ അങ്ങനെ ഒരു മരമുറി നടന്നിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സത്യം മനസ്സിലാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ജനപ്രതിനിധിയുടെ, ഒരു ജനനേതാവിൻ്റെ, ഒരു MLA-യുടെ കടമയായി തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിനെ സമ്മതിക്കാതെ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിയൊരവസ്ഥയുണ്ടായി. തുടർന്ന് അദ്ദേഹം ഈ മലപ്പുറം ജില്ലയിലെ SP-യുടെ താമസ സ്ഥലത്തിൻ്റെ മുൻവശത്ത് പോയിരുന്ന് ഒരു പ്രതിഷേധം നടത്തേണ്ടുന്ന ഒരവസ്ഥയുണ്ടായി.
ഇതെല്ലാം വരുന്നത് ഒരു MLA-ക്കാണ്. കേരളത്തിലൊരു MLA-ക്കാണ്, അതൊരു ഭരണപക്ഷത്തിൻ്റെ MLA-ക്കാണ്. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പോൾ ഈ ജോർജ് ഓർവലൊക്കെ പറയുന്ന രീതിയിൽ നോക്കിയാൽ എല്ലാവരും സമന്മാരാണെങ്കിലും സം പീപ്പിൾ ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർ സമന്മാരെക്കാൾ കുറച്ചുകൂടി മുകളിലുള്ള സമന്മാരാണ്. ഇപ്പം നമ്മുടെ നാട്ടിലെ MLA-മാർ, ഉയർന്ന നിലയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, വലിയ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ വലിയൊരു സമത്വം നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനം ഷാജി, മരമുറി കേസ് അതിന്റെ ഒരു ആ വിഷയത്തിന്റെ ട്രെയിലറാണ്. ഷാജി, ഞാൻ ഷാജിയിലേക്ക് വരാം ഒരു നിമിഷം. ഇപ്പോൾ PV അൻവർ MLA നമ്മളോടൊപ്പം ചേരുന്നു. PV അൻവർ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് താങ്കൾ ഇന്ന് ഉന്നയിക്കുന്നത്. ഇത് SP ഓഫീസ് ക്യാമ്പ് ഓഫീസിലെ മരമുറി പോലെ ഒരു പ്രശ്നമല്ല, അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ള ഒരു പ്രശ്നം ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ അങ്ങ് ഉന്നയിച്ച ഒരു ആരോപണമാണ്. തൃശ്ശൂർ പൂരം കോളമാക്കി അവിടെ LDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഇടയാക്കിയത് അജിത് കുമാറാണ്. ഒരു വിവാദ യൂട്യൂബറെ കേസിൽ നിന്ന് രക്ഷിക്കാൻ കൈക്കൂലി വാങ്ങി സംസ്ഥാനത്തെ മുഴുവൻ പോലീസിൻ്റെയും ഭരണം അജിത് കുമാറിനാണ്. ക്രമസമാധാന ചുമതല അദ്ദേഹത്തിനാണ് എങ്കിൽ പോലും മുഴുവൻ ഭരണം അദ്ദേഹത്തിനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആജ്ഞാനുവർത്തി കൂടിയാണ്. എന്ന് വരുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെതിരെ സംസ്ഥാനത്ത് നിരവധി കോണുകളിൽ നിന്ന്, പ്രത്യേകിച്ചും CPM അണികളിൽ നിന്ന് പോലും ഉയർന്നു വന്ന ആരോപണങ്ങൾ ആവർത്തിക്കുക മാത്രമല്ല, അത് പിൻ പോയിന്റ് ചെയ്യുകയാണ്, അങ്ങ് ചൂണ്ടിക്കാട്ടുകയാണ് ആരാണ് പ്രശ്നക്കാരെന്ന്. പക്ഷേ ഇന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നത് അത് പരിശോധിക്കും, അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട്, അങ്ങയെക്കുറിച്ചാണ് പറയുന്നത്, അദ്ദേഹത്തിന് ചില പരിമിതികളുണ്ട് എന്നാണ്. അങ്ങ് ഉയർത്തുന്ന ഈ വാദത്തിന് തെളിവുകളുമായി സർക്കാരിനെ സമീപിക്കാൻ തയ്യാറാവുമോ? സർക്കാരിനെ സമീപിക്കേണ്ട ഘട്ടത്തിൽ സമീപിക്കും. അപ്പോൾ അതിന് മുമ്പ് ഒറ്റ കാര്യം, ഇപ്പം ഈ പറഞ്ഞു വന്നതിൽ മരം കവർന്നതാണ്, കൊള്ളയടിച്ചതാണ്. ഞാൻ അനധികൃത മരമുറി നോക്കാൻ പോയതല്ല. അവിടെ മുറിച്ചിട്ട ഈ പറയുന്ന ഫോറസ്റ്റിലെ സോഷ്യൽ ഫോറസ്ട്രി വില നിശ്ചയിച്ച് കൊടുത്ത മരത്തിൽ നിന്ന് അതിൻ്റെ പ്രധാന കഷ്ണം, സോഷ്യൽ ഫോറസ്ട്രിയിൽ നിന്ന് പെർമിഷൻ എടുക്കാത്ത ഒരു മഹാഗണി, ഇത് രണ്ടും മുറിച്ചെടുത്ത് ഫർണിച്ചർ ഉണ്ടാക്കി 2 IPSകാർ കൊണ്ടുപോയിരിക്കുകയാണ്. തേക്ക് മരം മുറിച്ച് നല്ല ഡൈനിങ് ടേബിളും ചെയറും ഉണ്ടാക്കിക്കൊണ്ടത് ഈ പറയുന്ന നൊട്ടോറിയസ് ക്രിമിനലായ ADGP അജിത് കുമാറാണ്. മഹാഗണി മരത്തിന്റെ ഫർണിച്ചർ ഉണ്ടാക്കിക്കൊണ്ടത് സന്തത സഹചാരി സുജിത് ദാസ് ആണ്. അതിന്റെ കൃത്യമായ വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ ഒരു പരാതി കൊടുക്കുന്നത്. ആരാ? ഞാൻ പരാതി കൊടുത്തതല്ല. PV അൻവർ പരാതി കൊടുത്തു എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടു. പോലീസിന്റെ ഒരു സബ് ഇൻസ്പെക്ടറാണ് കഴിഞ്ഞ മാസം 22-ാം തീയതി ഇദ്ദേഹത്തിന് പരാതി കൊടുക്കുന്നത്. 10-25 ദിവസമായിട്ടും ആ പരാതിയിലൊരു നടപടിയും ഉണ്ടായില്ല എന്ന് എന്നെയുമായി സംസാരിച്ചപ്പോൾ ഞാൻ ഈ കിട്ടിയ പരാതിയുടെ മുകളിൽ നിന്ന് നടപടി സ്വീകരിച്ചു, മറുപടി നൽകണമെന്ന് ഞാൻ പറഞ്ഞത്. അതിനൊരു മറുപടി കിട്ടാതായപ്പോഴാണ് ഈ ആരോപിക്കുന്ന അല്ലെങ്കിൽ കൊടുത്തിരിക്കുന്ന പെറ്റീഷനിലെ വസ്തുത അറിയാൻ, മരാണല്ലോ, അതിന്റെ കുറ്റി എവിടെ ഉണ്ടാവും, അത് നോക്കാനാ പോയത്. അപ്പം എന്താണ് ഈ ശശിധരൻ ചെയ്തത്? അദ്ദേഹത്തിന്റെ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ക്യാമ്പ് ഓഫീസ്, അത് ക്യാമ്പ് ഓഫീസാണ്, ജനങ്ങൾക്ക് കയറാനുള്ളതാണ്. അത് തടുത്തു. ആ ഒരു ഘട്ടം വന്നാൽ പിന്നെ എൻ്റെ മാർഗം എന്താ? ഇതാണ് പോലീസിംഗ് എങ്കിൽ, ഈ കള്ളന്റെ കയ്യിലാണ് താക്കോലെങ്കിൽ, അത് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ട ബാധ്യത എനിക്കുണ്ട്. ആ കാര്യം ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളൂ. ശരി അൻവർ, ഞാൻ ചോദിച്ച ചോദ്യം ADGPക്കെതിരായിട്ടുള്ള ആരോപണത്തെക്കുറിച്ചായിരുന്നു. ADGP ആണ് സംസ്ഥാനത്ത് ജനങ്ങളുടെ രോഷം സർക്കാരിനെതിരെ തിരിച്ചുവിടുന്ന രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരായി പ്രവർത്തിക്കുന്നയാൾ എന്ന് അങ്ങ് പറയുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ തൃശ്ശൂർ പൂരം കുളമാക്കിയത് അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം എന്തുകൊണ്ടാണ്? അജിൻസ, ഞാൻ ഇന്നല്ല അത് പറഞ്ഞത്. ഈ തൃശ്ശൂർ പൂരം കലക്കിയ പിറ്റേ ദിവസം ഞാനന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ നിലക്ക് നിർത്തണം. ഒന്ന് ADGPയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവരാണ് ഈ സർക്കാരിനെ തകർക്കുന്നത്. BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള വളരെ ഗൂഢമായ ആലോചനയുടെ ഭാഗമാണ് ഈ പറയുന്ന തൃശ്ശൂർ പൂരത്തിൽ
ജനങ്ങളെ എതിരാക്കാനുള്ള നടപടി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സ്വീകരിച്ചത്. അത് അന്നേ പറഞ്ഞതാണ്. ആ ഒരു കാര്യമല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ഇന്നലെയും മിനിയാന്നൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ജനങ്ങളെ എതിരാക്കുക, പെറ്റി കേസുകൾ എടുക്കുക, പെറ്റി കേസിന് വലിയ ഫൈൻ ഈടാക്കുക, സർക്കാരിൻ്റെ നയമാണെന്ന് പറയുക. ഈ രീതിയിൽ ഈ പറയുന്ന ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ വർഗത്തിന് 5 ലക്ഷത്തിലധികം വീടുണ്ടാക്കി കൊടുത്തൊരു ഗവൺമെൻറ്റാണ്. ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? മറ്റ് 5 ലക്ഷം വീടുകൾ കൂടി ഉണ്ടാക്കുകയാണ്. ആ പച്ച സാധുക്കൾക്ക് ഒരു 400 സ്ക്വയർ ഫീറ്റ് വീട്ടിലേക്ക് മണ്ണിടാൻ അനുവദിക്കാത്തവരാണ് ഈ പറയുന്ന MR അജിത് കുമാറും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായ ശശിധരനും ഈ പറയുന്ന സുജിത് കുമാറും എല്ലാവരും. ഇതൊക്കെ ജനങ്ങളെതിരാക്കുന്നതല്ലേ? അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനവിരുദ്ധനാണ്. ഈ ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ അത് വളരെ ടാക്ട്ഫുള്ളായിട്ടാണ്. ഒരു പോലീസുകാരൻ്റെ ബുദ്ധി ഉണ്ടാവുമല്ലോ. സർക്കാരിനെ സഹായിക്കാനാണെന്ന വ്യാജേന സർക്കാരിനെ എല്ലാ നിലക്കും ജനങ്ങൾ സർക്കാരിനെതിരാകാനുള്ള കാര്യങ്ങൾ റിസർച്ച് നടത്തി അതിൽ ഡോക്ടറേറ്റ് എടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ട് പോലീസിൻ്റെ ഒരു ലോബിയെ, ഞാൻ പോലീസിനെ അടച്ചാക്ഷേപിക്കുന്നില്ല, അന്ന് പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ഞാൻ ശശിധരൻ എന്ന് പറയുന്ന SP-യെ നേർക്കുനേരെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് ആക്രമിച്ചു എന്നാണ് നിങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്തത്. പിന്നെ ഞാൻ അടച്ചാക്ഷേപിക്കണം? ശ്രീ അൻവർ, ഞാൻ എൻ്റെ ചോദ്യം, ADGP അജിത് കുമാർ സർക്കാർ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഗതാഗത കമ്മീഷണറായിരുന്നു. പിന്നീട് അദ്ദേഹം വിജിലൻസ് ഡയറക്ടറായി. വിജിലൻസ് ഡയറക്ടറായിരിക്കെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഒരു ഇടനിലക്കാരനുമായി 36 തവണ വാട്സാപ്പ് കോൾ ചെയ്തു എന്ന ആരോപണം സ്വപ്ന സുരേഷ് ഉന്നയിച്ചു. അതായത് സ്വപ്ന സുരേഷ് സ്വാധീനിക്കാൻ വന്ന ഷാജ് കിരൺ എന്ന ആളുമായി അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. വളരെ പെട്ടെന്ന് അന്ന് സരിത്തിനെ അറസ്റ്റ് ചെയ്ത് വിജിലൻസ് ആണ്. തുടർന്ന് ആ വിവാദം കത്തിയിറക്കി അദ്ദേഹത്തെ അവിടെ നിന്ന് സ്ഥലം മാറ്റി ക്യാമ്പിലേക്കോ മറ്റോ മാറ്റി വളരെ പെട്ടെന്ന് അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി നിയമിക്കുകയാണ്. ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആജ്ഞാനുവർത്തിയാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം സർക്കാരിനെ സഹായിക്കുന്നു എന്ന രീതിയിൽ സർക്കാർ നയത്തിനെതിരായി പ്രവർത്തിക്കുന്നു എന്ന കാര്യം ആഭ്യന്തരമന്ത്രിക്കോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ അറിയില്ല എന്ന് കരുതാൻ കഴിയുമോ? അല്ല, ആഭ്യന്തര സെക്രട്ടറിക്കോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ അതറിയാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് പൊളിറ്റിക്കൽ സെക്രട്ടറി അത് അറിയണമല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏകദേശം 32 വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണ്. ആ വകുപ്പുകളൊന്നും ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഈ 31 വകുപ്പുകളിലും ഓരോ സ്ഥലത്തും അതിൻ്റെ ഓരോ തലവന്മാരെ നിശ്ചയിക്കും. സ്വാഭാവികമല്ലേ? ആ സ്വാഭാവികമായും വിശ്വസിച്ചേൽപ്പിക്കുന്ന അവനവൻ്റെ ഡ്യൂട്ടി സത്യസന്ധമായും പക്ഷപാതിത്വമില്ലാതെയും നിർവഹിക്കേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹം അത് അറിയേണ്ടതാണ്. അതെങ്ങനെ അറിയാതെ പോയി എന്ന കാര്യം എനിക്കറിയില്ല. ഓക്കെ, ഒരു വശത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മുഴുവൻ ഏറ്റെടുക്കാൻ സാധിക്കുമോ? ഒരു വശത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ആജ്ഞാനുവർത്തിയാണെന്ന് അങ്ങ് ആരോപിക്കുന്നു. ഇടപെടും. ഒരു വശത്ത് ഇടപെടേണ്ട സമയത്ത് മുഖ്യമന്ത്രി ഇടപെടും. അങ്ങനെയല്ലേ സ്വാഭാവികം? ഓക്കെ, ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. കാരണം CPM-നെതിരെ, പാർട്ടിക്കെതിരെ, സർക്കാരിനെതിരെ ഉയർന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങളൊന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ കാലത്ത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി. അത് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രകാശ് ജാവ്ദേക്കറെ LDF കൺവീനർ കണ്ടു എന്നത് സംബന്ധിച്ചും ഈ തൃശ്ശൂർ പൂരം പോലീസിംഗ് മൂലം കുളമായി, അതാണ് ജനവികാരം എതിരാക്കിയതിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിശകലനം ഉണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് അങ്ങ് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അങ്ങയുടെ പരിമിതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങേക്ക് പരിമിതിയുണ്ട്, അങ്ങയുടെ ഇടപെടൽ അങ്ങയെ നിലക്കി നിർത്തണം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും. അതായത് പാർട്ടിയിൽ നിന്ന് പോലും അങ്ങേക്ക് പിന്തുണ കിട്ടുന്നില്ല. എനിക്കറിയില്ല, ജനവാർത്ത കണ്ടില്ല. അത് നിങ്ങൾ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഞാൻ കേൾക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ ഇപ്പം എനിക്കറിയില്ല. ഞാൻ ഈ പാർട്ടിക്ക് വിധേയമായി നാട്ടിലെ പാർട്ടി പ്രവർത്തകർ അവരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഷെൻവർ, അതായത് പാർട്ടിയുടെ പിന്തുണ പോട്ടെ, ഇക്കാര്യം അങ്ങ് മുഖ്യമന്ത്രിയുടെ, അതായത് ആഭ്യന്തരമന്ത്രിയുടെയോ ആഭ്യന്തര സെക്രട്ടറിയുടെയോ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെയോ മുമ്പിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ടോ? വിഷയത്തിൽ
നിരന്തരമായിട്ട് ഈ പറയുന്ന ADGP MR അജിത് കുമാറുമായും സെക്രട്ടറിയുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു. അത് പോലീസിന്റെ നിലപാടിനെ കുറിച്ച് വ്യക്തമായ പരാതി ഈ പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. MR അജിത് കുമാറിന്റെ നിലപാടുകളിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്വേഷണത്തിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പോലീസിൽ നിന്ന് അദ്ദേഹത്തിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. സാജൻ സ്കറിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമം ഇതിന്റെ അകത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരി ഞാൻ അൻവറിലേക്ക് മടങ്ങി വരാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഷാബിൻ വർക്കി, PV അൻവർ MLA പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് CPM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA ആണിപ്പോൾ. ആ MLA ആണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. പക്ഷേ അത് ആ ഉന്നയിക്കപ്പെടുന്ന ആരോപണം അത് സർക്കാർ നയത്തിന് വിരുദ്ധമായി പോലീസുകാർ പെരുമാറുന്നു, ജനദ്രോഹപരമായ നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം ഇപ്പോൾ 2-3 ദിവസമായി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കുന്നില്ല. എന്തുകൊണ്ടാണത്? ഒന്നാമത്തെ കാര്യം, ശ്രീ PV അൻവർ MLA പല കാര്യങ്ങളും പല സമയത്ത് പല ആരോപണങ്ങളായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ എത്രമാത്രം ഗൗരവത്തോടു കൂടിയാണ് പൊതുസമൂഹം കാണുന്നത് എന്നുള്ളത് ഒരു പ്രശ്നമാണ്. 2, അദ്ദേഹം പറയുന്ന ആരോപണങ്ങളെ CPM എത്രമാത്രം ഗൗരവകരമായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഇന്ന് ബഹുമാനപ്പെട്ട CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോലും വിലയില്ലാത്ത ഒരു CPMന്റെ MLA പറയുന്ന കാര്യങ്ങൾ അത് കൂടുതൽ നമ്മളെടുത്ത് ഒരു വലിയ വിഷയമാക്കി മാറ്റിയാൽ നാളെ ഇദ്ദേഹം മാറ്റി പറയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഉറപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗൗരവകരമാണ്. ആ ഗൗരവകരമാകാൻ കാരണം ഇപ്പോൾ പോലീസിലെ എല്ലാ ആളുകളും അങ്ങനെയല്ല എന്ന ശ്രീ PV അൻവറിന്റെ പ്രസ്താവനയോട് ഞാനും യോജിക്കുകയാണ്. എല്ലാ പോലീസുകാരും ഒന്നും മോശക്കാരാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കോ നിങ്ങൾക്കോ ഒന്നുമില്ല. പക്ഷേ ശ്രീ PV അൻവറും നമ്മളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ പോലീസിനെ ഭരിക്കുന്നത് ആരാണ്? പോലീസിനെ ഭരിക്കുന്നത് ശ്രീ MR അജിത് കുമാറാണ്. അദ്ദേഹമാണ് പ്രധാനപ്പെട്ട പോലീസ് ചുമതലകൾ മുഴുവൻ വഹിക്കുന്നത്. ഞാൻ ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ ഓഫീസിന് വേണ്ടി ഒരു SP-ക്ക് കൂടുതൽ ചാർജ് കൊടുത്തിരിക്കുകയാണ്. V അജിത്ത് എന്ന് പറയുന്ന ഒരു SP-യെ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഒരു ചാർജുള്ള ഒരു SP ആക്കി അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. ഈ കേരള പോലീസിൽ ഒരു സമാന്തരമായ ഇന്റലിജൻസ് സംവിധാനം പോലും അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് നേരെയുള്ള കണക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഡയറക്ഷനും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കമാൻഡും മാത്രമാണ് അദ്ദേഹം എടുക്കുന്നത്. അദ്ദേഹം DGP ആയി പോലും കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പോ വളരെ റീസെന്റ് ആയി വന്ന പല കാര്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. അതുമാത്രമല്ല, ശ്രീ PV അൻവർ MLA പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട 1-2 ആരോപണങ്ങൾ. ഒന്ന്, ഇദ്ദേഹം പണം കൂടുതലായി മേടിക്കുന്ന ആളാണ്, അഴിമതി നടത്തുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് CPM ഭരിക്കുമ്പോൾ ഒരു CPMന്റെ MLA പറയുക, അത് ഗുരുതരമായ ഒരു ആരോപണമാണ്. 2, അദ്ദേഹം പുറത്ത് വിട്ടുവെന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ പുറത്തു വന്ന ഒരു ടേപ്പ്, പുറത്തു വിട്ടുവെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല ആരാ പുറത്തു വിട്ടത്, പക്ഷെ പുറത്ത് വന്ന ഒരു ഓഡിയോ റെക്കോർഡിൽ ഒരു SP തന്നെ പറയുന്നത് ഇദ്ദേഹം മലപ്പുറത്തും അതുപോലെ തന്നെ പാലക്കാടും 2 ഉണ്ണാക്കന്മാരായ SP-മാരെയാണ് വെച്ചിരിക്കുന്നതെന്നും ആ SP-മാരെ വെക്കാനുള്ളതിന്റെ കാരണം ഇദ്ദേഹത്തിന്റെ ഈ ശ്രീ അജിത് കുമാറിന്റെ അളിയന്മാർക്ക് കച്ചവടം നടത്താൻ വേണ്ടിയാണ് എന്നും ഒരു SP തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അതുമാത്രമല്ല, ഒരു SP ഞാൻ 25-ാം വയസ്സിൽ പോലീസിൽ കയറിയതാണ് എന്നും ഞാൻ DGP ആകുന്നത് വരെ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഒരു MLA വിളിച്ച് താണ് വീണ് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ജിംസെ, കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. ശ്രീ PV അൻവർ MLA പറഞ്ഞ ആരോപണങ്ങൾ അദ്ദേഹം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അദ്ദേഹം കൂടുതൽ ഓഡിയോ റെക്കോർഡുകളായിട്ടും കൂടുതൽ തെളിവുകളായിട്ടും നാളെ പൊതുസമൂഹത്തിന് മുമ്പിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതിപക്ഷം ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഏറ്റെടുക്കും. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട സമരമുഖങ്ങളിലേക്ക് തന്നെ ഇറങ്ങും. പക്ഷേ കുറെ കൂടി തെളിവുകൾ അദ്ദേഹം പുറത്തേട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ആ തെളിവുകൾക്കായി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ശരിയാകാൻ വേണ്ടി അദ്ദേഹം തെളിവുകൾ സമർപ്പിക്കട്ടെ. പക്ഷെ CPMന്റെ ഈ കാര്യത്തിലെ നയം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു CPMന്റെ MLA പറഞ്ഞ ഒരു ആരോപണം, ആ ആരോപണം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഇദ്ദേഹത്തെ എങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാം, ഇദ്ദേഹത്തിന് ഏത് രീതിയിൽ പോലീസിനെ വിമർശിക്കാം, ഇല്ലെങ്കിൽ പോലീസിനെ വിമർശിക്കുന്നതിന് വേണ്ടിയുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ പോലീസ് തലപ്പത്ത് ഈ ശ്രീ അജിത് കുമാറാണല്ലോ നവകേരള സദസ്സിൽ മുഴുവൻ യൂത്ത് കോൺഗ്രസുകാരെ അടിച്ചപ്പോഴും ആ അടിച്ച ഗുണ്ടകൾക്കൊക്കെ സംരക്ഷണം കൊടുത്തത് ശ്രീ അജിത് കുമാറാണല്ലോ.
ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസുകാരെ ആലപ്പുഴയിൽ വെച്ച് ഗൺമാൻ അടിച്ചിട്ട് ആ ഗൺമാൻ അടിച്ച കേസ് ഉൾപ്പെടെ ക്വാഷ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് ശ്രീ അജിത് കുമാർ ആണല്ലോ. അതുപോലെ തന്നെ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഓരോ സമരമുഖങ്ങളിലും ഞങ്ങളെ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നത് ശ്രീ അജിത് കുമാർ ആണല്ലോ. അതും മാത്രമല്ല, ഓരോ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും അത് അന്വേഷിക്കാൻ ഏർപ്പാടാക്കുന്നതും ശ്രീ ലോ ആൻഡ് ഓർഡർ ADGP ആണല്ലോ. ആ ലോ ആൻഡ് ഓർഡർ ADGPയിൽ ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് 3 പരാതികൾ കൊടുത്തിട്ടുണ്ട്. ആ 3 പരാതികളിൽ 2 പരാതികളും അന്വേഷിക്കാൻ വേണ്ടി DGP ഏർപ്പാടാക്കിയത് ശ്രീ അജിത് കുമാറിനെയാണ്, ലോ ആൻഡ് ഓർഡർ ADGP ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല? ഈ കാലയളവ് വരെ, ഈ ദിവസം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ഭരണ സംവിധാനത്തിലെ ഒരു മുടിചൂടാ മന്നനും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും ശ്രീ ശശിയുടെ നേരിട്ടുള്ള ഡയറക്ഷന് കീഴിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥനുമാണ്. ആ ഉദ്യോഗസ്ഥനെതിരെ CPMന്റെ ഒരു MLA പറഞ്ഞിരിക്കുന്ന ആരോപണം, ആ ആരോപണം ഞങ്ങൾ ഗൗരവകരമായിട്ട് എടുക്കുകയാണ്. പക്ഷെ ആ ആരോപണത്തിൽ ഞങ്ങൾ സമരമുഖത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി തെളിവുകൾ ശ്രീ PV അൻവറിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. പക്ഷെ അദ്ദേഹം ഇത്രയും തെളിവുകൾ അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം നാളുകളിൽ കൂടുതൽ തെളിവുകളുമായി മുമ്പിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CPM ആ തെളിവുകൾ ഏറ്റെടുത്തില്ലെങ്കിലും കോൺഗ്രസ് അത് ഏറ്റെടുത്ത് ഈ സർക്കാരിനെതിരെയുള്ള സമരമുഖങ്ങൾ നയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ശരി, ശ്രീ കേശാജി, ഈ തൃശൂർ പൂരത്തിന്റെ ഒരൊറ്റ ഇൻസിഡന്റ് എടുക്കുക. ആ സംഭവം നടന്നുകൊണ്ടിരിക്കുന്ന ആ അർദ്ധരാത്രി മന്ത്രി K. രാജൻ ആ സംഭവ സ്ഥലത്തുണ്ട്. രാജൻ അവിടെ നിന്ന് തന്നെ മുഖ്യമന്ത്രി ടെലിഫോൺ വഴി ഈ പ്രശ്നം അറിയിക്കുന്നുണ്ട്. എന്നിട്ടും വെടിക്കെട്ട് നടന്നത് പുലർച്ചെ 7 മണിക്കാണ്. അതായത് ആഭ്യന്തരമന്ത്രിക്ക് അറിയാം ഇങ്ങനൊരു പ്രശ്നം അവിടെ നടക്കുന്നുണ്ട് എന്ന് അറിയാമെങ്കിൽ പോലും അത് തടയാനാകാത്ത വിധം ഒരു പാരലൈസ്ഡ് സ്റ്റേജിലാണ് ആ വകുപ്പ് എന്ന് മനസ്സിലാക്കണം. അല്ല, അതിൽ നമ്മൾ നോക്കുക, ഈ MR അജിത് കുമാർ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഇത്രയധികം ആരോപണങ്ങൾ വരുന്നു. ബഹുമാനനായ അൻവറിനെ പോലുള്ള ഒരു പാർട്ടിയുടെ ഭരണകക്ഷിയുടെ ഒരു MLA തന്നെ ഇത്ര ഗുരുതരമായ ആരോപണം മുന്നോട്ട് കൊണ്ടുവരുന്നു. നമ്മളിപ്പോൾ തൃശ്ശൂർ വെടിക്കെട്ടിൻ്റെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു. എന്നിട്ട് ഇതിന് തൊട്ടു പിന്നാലെ പോലും കേരളത്തിൻ്റെ ഏതാണ്ട് എല്ലാ പ്രമാദമായ അന്വേഷണങ്ങളും, ഒടുവിൽ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ വരെ സംസ്ഥാന സർക്കാരിന് പ്രതിനിധിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ട് മുഖ്യമന്ത്രിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് രംഗപ്രവേശം ചെയ്യുന്നത് ഈ MR അജിത് കുമാറാണ്. അപ്പം നമ്മൾ ഒരു വശത്ത് അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇന്നലെ തന്നെ ബഹുമാനനായ MLA പറഞ്ഞതുപോലെ ഈ അജിത് കുമാർ ഏറ്റവും അധികം ബന്ധപ്പെടുന്നത്, ഏറ്റവും അധികമായി ഇടപെടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടാണ്. അപ്പോൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പ്രതിപുരുഷനാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പോലീസ് വകുപ്പ് ഭരിക്കുന്ന ആളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പം അദ്ദേഹവുമായി അത്രമേൽ ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അതിൻ്റെ അർത്ഥം കേരളത്തിലെ ഭരണ സംവിധാനവുമായിട്ട്, ഭരണമുന്നണിയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള, മുഖ്യമന്ത്രിയുടെ പ്രതിപുരുഷനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് അജിത് കുമാർ ഇന്ന് കേരള പോലീസിലും അതുപോലെ കേരള സമൂഹത്തിലും നിൽക്കുന്നത്. അപ്പം അത് തന്നെയാണ് ഏറ്റവും വലിയ ആശങ്ക ഉണർത്തുന്ന കാര്യം. നമുക്കറിയാം, അടുത്ത കാലത്തായിട്ട് അദ്ദേഹവും DGP തമ്മിൽ പോലും ചില ശീത സമരങ്ങൾ ഉണ്ടാകുകയും DGPക്ക് പോലും അദ്ദേഹത്തിൻ്റെ വലിയ തോതിലുള്ള കടന്നുകയറ്റങ്ങളെ, ദുസ്വാധീനങ്ങൾക്കെതിരെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ തന്നെ ശബ്ദ ഉയർത്തേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് ഒരു അമിതാധികാര കേന്ദ്രമായി MR അജിത് കുമാർ വളർന്നിട്ടുണ്ടെന്ന് തന്നെയാണ്. പിന്നെ ഈ അൻവറിൻ്റെ ഒരു കാര്യത്തിലേക്ക് കൂടി വരാം. അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമിയിൽ അദ്ദേഹം സൂക്ഷിച്ചിരുന്ന ഒരു ഇരുമ്പിൻ്റെയോ ഉരുക്കിൻ്റെയോ ഒരു വടം, അത് സാധാരണ ഒരു മനുഷ്യൻ എടുത്താൽ പൊങ്ങാത്ത അത്രയും വലിപ്പമുണ്ട്, തൂക്കമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സാധനം അവിടെ നിന്ന് ഒരു അന്യനാട്ടുകാർക്ക് വന്ന് എടുത്തുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു സംഭവം എടുത്തുകൊണ്ട് പോയതിൽ പോലും ഒരു MLAയുടെ, ഭരണകക്ഷി MLAയുടെ സ്വന്തം സ്ഥലത്ത് നിന്ന് ഒരു ഇരുമ്പിൻ്റെ വളരെ ഭാരമുള്ള ഒരു വടം എടുത്തു കൊണ്ടുപോയ കേസിൽ ഇന്നുവരെ ഒരു മുന്നോട്ട് പോക്കും ഉണ്ടായിട്ടില്ല, ഒരു പ്രതിയായി പിടിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഭരണകക്ഷി MLA കൊടുത്ത ഒരു പരാതിയിൽ ഒരു കുറ്റകൃത്യത്തിൻ്റെ മുകളിലുള്ള നടപടി ഉണ്ടായിട്ടില്ല ഒരു വശത്ത്. മറുവശത്ത് അദ്ദേഹം തന്നെ കൊണ്ടുവന്ന ഈ പ്രശ്നം, ഈ മരം മുറിച്ച കാര്യത്തിൽ ഇപ്പം അദ്ദേഹം നമ്മുടെ മുന്നിൽ തന്നെ പറഞ്ഞു, ഈ മുറിച്ച മരത്തിൻ്റെ നല്ല മരത്തിൻ്റെ ഭാഗങ്ങൾ MR അജിത് കുമാറും മറ്റ് 2 ഉന്നത പോലീസുകാരും വീട്ടിൽ കൊണ്ടുപോയി ഫർണിച്ചർ ഉണ്ടാക്കി എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഈ ഒരൊറ്റ കാര്യം പോരെ? ഈ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ആളുകൾക്കെതിരെ ഇവിടുത്തെ സർക്കാർ കേസെടുക്കണ്ടേ? പിന്നെ ഏത് തരത്തിലുള്ള പോലീസ് റിഫോമിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശരിക്കും ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട്, അതിനെ തുരങ്കം വെച്ചുകൊണ്ട്, അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സൗകര്യങ്ങളെയും ആസ്വദിക്കുന്ന, എല്ലാ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് ഈ പോലീസ് വകുപ്പിൽ ഉള്ളതെന്നല്ല ഇപ്പൊ MLA പറഞ്ഞിരിക്കുന്നത്. ഈ MLAയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകണ്ടേ? ശരി, ശ്രീ അൻവർ, അങ്ങ് ഈ സുജിത് ദാസുമായുള്ള ശബ്ദ സന്ദേശം പുറത്തുവിട്ടതിലൂടെ
ഒരുപാട് ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, ഈ സുജിത് ദാസ് എന്ന് പറയുന്ന SP അജിത് കുമാറിനെ കുറ്റപ്പെടുത്തി അങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. ഇതേ സുജിത് ദാസിനോട് അജിത് കുമാറിനോടുള്ള അതേ എതിർപ്പ് അങ്ങേക്കുമുണ്ട്. രണ്ടുപേരും നടപ്പാക്കുന്ന ഒരേ പോലീസ് നയമാണ്, അത് ജനവിരുദ്ധമാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം. അത് പുറത്തുവിടുന്നതിലൂടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സുജിത് ദാസിനെതിരെ ADGP പരാതി കൊടുക്കുന്നു. ഇത് വിശദീകരിക്കാൻ ചെന്ന സുജിത് ദാസിന് മുഖം കൊടുക്കാതെ ADGP പോകുന്നു. ഇത് അങ്ങ് ബോധപൂർവം ചെയ്ത കാര്യമാണോ ആ ഓഡിയോ സന്ദേശം പുറത്തുവിട്ടത്? അല്ല, അതിൽ ഞാൻ ആദ്യം തന്നെ കേരള സമൂഹത്തോട് ആ കാര്യത്തിൽ മാപ്പ് വയ്ക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യേണ്ടി വന്നത് ഈ നാട്ടിലെ ഗതികേട് കൊണ്ടാണ്, എൻ്റെ ഗതികേട് കൊണ്ടാണ്. കാരണം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളതൊക്കെ അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കും എന്നെനിക്കറിയാം. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമുള്ള ആളുകളാണല്ലോ പത്രക്കാരെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു വസ്തുത പരിപൂർണമായും ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. ഞാൻ സാജൻ സ്കറിയയുടെ കേസിൽ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിദ്വേഷം കുത്തിവെച്ച സാമൂഹ്യ വിരുദ്ധനായ മറ്റൊരു നൊട്ടോറിയസ് ക്രിമിനലായ സാജൻ സ്കറിയയെ സഹായിക്കാൻ MR അജിത് കുമാർ തയ്യാറായപ്പോൾ തന്നെ എങ്ങോട്ടേക്കാണ് ഈ പോക്കെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 8-9 മാസമായിട്ട് ഈ പോലീസിന്റെ പിന്നാലെ തന്നെയായിരുന്നു. പ്രത്യേകിച്ചും MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഒരു 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 നൊട്ടോറിയസ് ക്രിമിനൽ പോലീസ് സംഘം കേരളത്തിലുണ്ട്. അതൊക്കെ ഇനി വരാൻ പോവുകയാണ്, ഇതിനൊക്കെ തെളിവുകൾ വരാൻ പോവുക. അപ്പം ഞാൻ അവരുടെ പിന്നാലെ തന്നെയായിരുന്നു. ഈ ശ്രീജിത്തിനെ കൊണ്ട് പരാതി കൊടുപ്പിച്ചത് ഞാനാണ്, തുറന്നു പറയാണ്. ശ്രീജിത്തിനെ കൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിച്ചത് ഞാനാണ്. കാരണം കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാര്യങ്ങൾ അറിവുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് ഒരു കള്ളക്കേസിൽ കുടുങ്ങിയിട്ടാണ് ഈ ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്, ഈ സുജിത് ദാസ്. ആ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എന്നെ സമീപിച്ചതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സഹായിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആ കാര്യം അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാലം വരും, ഈ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ നൊട്ടോറിയസ് ക്രിമിനൽ സംഘത്തിൽ നിന്ന് കേരളത്തിലെ പോലീസ്, ആ വിഭാഗത്തിൽ നിന്ന് കേരള പോലീസ്, നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരിലേക്ക് ഈ ഭരണം എത്തും. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെയാണ് ഈ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഞാനാണ് അദ്ദേഹത്തോട് ഈ പെറ്റീഷൻ കൊടുക്കാൻ പറയുന്നത്. 27 ദിവസം കാത്തിരുന്നു. എനിക്കറിയാം ഈ ശശിധരൻ ഇതിലൊരു നിലപാട് എടുക്കില്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഈ കൊടുത്ത പരാതിയിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് ഞാൻ കത്ത് കൊടുക്കുന്നത്. അതിനുശേഷമുണ്ട അനുഭവം പറയണ്ടല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഈ വിഷയങ്ങളിലെല്ലാം ഇത് ഒരു കൃത്യസ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കും. കാരണം ഈ പാർട്ടിയെ, ഈ ഗവൺമെന്റിനെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ എങ്ങനെയൊക്കെ അറിയാത്ത രീതിയിൽ കളങ്കപ്പെടുത്താൻ സാധിക്കുമോ? ആ കളങ്കപ്പെടുത്തുകൾ അടയാളപ്പെടുത്തിയിട്ടാണ് MR അജിത് കുമാറും ടീമും നീങ്ങുന്നത്. ഇപ്പൊ സുജിത് ദാസ് എന്നോട് സംസാരിച്ചു, MR അജിത് കുമാറിനെ കുറിച്ച് സംസാരിച്ച വാർത്ത നിങ്ങളൊക്കെ കേട്ടല്ലോ, ഫോൺ സന്ദേശം. ഈ സുജിത് ദാസിനെ അറിയാം, എനിക്ക് MR അജിത് കുമാറിനോട് ഈ വിഷയങ്ങളിലൊക്കെ നല്ല പകയുണ്ടെന്ന്. അപ്പം അദ്ദേഹം എന്നെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാണ്. ഈ MR അജിത് കുമാറും ഈ ശശിധരനും ഈ പറയുന്ന സുജിത് ദാസും ഒക്കെ ഒരൊറ്റ കെട്ടാണ്. ശശിധരൻ വേറൊരു ടൈപ്പാണ്. പക്ഷെ സുജിത് ദാസും MR അജിത് കുമാറും കേരളം കണ്ട നൊട്ടോറിയസ് ക്രിമിനലുകളാണ് എന്ന് കേരളം കാണാൻ പോവുകയാണ്, വിത്ത് ഫുൾ പ്രൂഫ് എവിഡൻസ്. ശ്രീ അൻവർ, ഒറ്റ കാര്യം കൂടി. അപ്പോ ഈ പോലീസിലെ ഈ പുഴുക്കുത്തുകളെ ഗവൺമെന്റിനെയും, ഒരു നിമിഷം അൻവർ, ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തിയ പാർട്ടിയെ, ഈ നാട്ടിലെ ജനങ്ങളെയും ഈ സത്യം അറിയിക്കാൻ തന്നെയാണ്. ശ്രീ അൻവർ, ഈ പോലീസിലെ പുഴുക്കത്തിനെ കുറിച്ച് CPI നേതാവ് ആനിരാജ പറഞ്ഞത് ഈ RSSന്റെ ഒരു ഫാക്ഷൻ പോലീസിലുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ആരോപണം അങ്ങേക്കുണ്ടോ ഈ ക്രിമിനൽ സംഘത്തെ കുറിച്ച്? അല്ല, അത് എല്ലായിടത്തും ഉണ്ടല്ലോ. ആ ഫ്രാക്ഷൻ ഇല്ലാത്ത എവിടെയാ? 7-8-10% വോട്ടിൻ്റെ അടുത്ത് 23% എത്തിയില്ലേ? എല്ലാ സേനയിലും അതുണ്ടല്ലോ.
ആ സേനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർ, ആ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവർ കേരളത്തിലുണ്ട്. യാതൊരു തർക്കവുമില്ല. എൻ്റെ ഈ അന്വേഷണം എവിടെ എത്തുമെന്ന് നിങ്ങൾ നോക്കിക്കണ്ടോ? എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ എനിക്ക് അത്രേ പറയാൻ പറ്റൂ. അല്ല, എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം ഇവരുടെ ഇതാണ്. ആയുസ് കവർന്നിട്ടില്ലെങ്കിൽ എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം ഈ ഇതെല്ലാം സർക്കാരിനെതിരെ പുറത്തുവിടാൻ ജനരോഷം ഉയർത്തുന്ന രീതിയിൽ പോലീസ് നയം നടപ്പാക്കുന്ന പോലീസുകാർ പിന്നെ ഏത് ഫാക്ഷനാണ്? അവർ അറസ്റ്റുകാരാണോ? അതായത് അജിത് കുമാറൊക്കെ ആ ഫാക്ഷന്റെ ആളാണോ? അല്ല, അതിൽ RSSകാർ മാത്രമല്ല, അതിൽ RSS നല്ല പിന്തുണ ഈ പറയുന്ന അജിത് കുമാറിനുണ്ട്. അതിനപ്പുറം ഈ അജിത് കുമാറിനായിട്ട് വേറൊരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് RSS അദ്ദേഹത്തിൻ്റെ എതിരെ RSS അനുഭാവികളായ പോലീസുകാർ ചെറുവിരലിറക്കിയാലും ഇദ്ദേഹം കൊന്നു കൊല വിളിക്കും. അപ്പോൾ ഒരു RSS ഫ്രാക്ഷന് അപ്പുറം MR അജിത് കുമാറിൻ്റെ നട്ടോറിയസ് ക്രിമിനൽ സംഘം എന്ന് പറയാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പക്ഷെ പി വന്നർ അങ്ങ് പറഞ്ഞു, അങ്ങ് ഒരു കാര്യം ഉന്നയിച്ചാൽ മാധ്യമങ്ങൾ അത് വിശ്വാസത്തിലെടുക്കില്ല, മുഖവിലക്കെടുക്കില്ല എന്നൊരു ഡിസ്ക്ലെയിമർ അങ്ങ് ആദ്യം പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, അസംബ്ലിയിൽ അങ്ങ് പ്രതിപക്ഷ നേതാവിനെതിരെ ആരോപണം ഉന്നയിച്ചു. ആ ആരോപണത്തിൽ അങ്ങ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? അപ്പോൾ അത്തരം തെളിവുകളില്ലാത്ത ആരോപണത്തെ മാധ്യമങ്ങൾ അങ്ങനെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്നാണ് ഒരു ചോദ്യം. തെളിവുണ്ടോ ഇല്ലേ എന്ന് ആരാ അന്വേഷിച്ചത്? ഒരു നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന വിജിലൻസ് കോടതിയിൽ ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്ത് കേസ് ഫയൽ ചെയ്തു. കോടതി വിശദീകരണം ആവശ്യപ്പെട്ടു. എന്താ ചെയ്തത് വിജിലൻസ്? വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് എന്താ? ഇതിലൊരു അടിസ്ഥാനമില്ല. എങ്ങനെയാണ് വിജിലൻസ് അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്നത്? ഈ വിഷയം കേരളത്തിന്റെ നിയമസഭയിലാണ് PV അൻവർ ഉന്നയിച്ചത്. എന്നോടൊന്ന് ചോദിച്ചോ, ഒരു പ്രൈമ ഫേസിയെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എന്ത് തെളിവാണ് തരാനുള്ളതെന്ന്? ഇല്ലല്ലോ. അവർ സ്വയം റിപ്പോർട്ട് കൊടുക്കുകയല്ലേ ചെയ്തത്. ആ പറയുന്ന ക്രൈംബ്രാഞ്ചിനെ പോലും ആരാണ് സ്വാധീനിക്കുന്നത്? എല്ലാ ADGPമാരെയും നിയന്ത്രിക്കുന്ന MR അജിത് കുമാറാണ്. എൻ്റെ അടുത്തൊരു ചോദ്യം അന്വേഷിച്ചോ? പിന്നെ ഇത്രയും വലിയൊരു ആരോപണം കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു നിയമസാമാജികനെ ഉന്നയിച്ചിട്ട് ആ നിയമസാമാജികനെ വിളിച്ച് കോടതി പറഞ്ഞിട്ട് പോലും ഒരു വാക്ക് ചോദിക്കാതെ ഇതിൽ അന്വേഷണ വിധേയമായിട്ടൊന്നുമില്ല എന്ന് റിപ്പോർട്ട് കേരളത്തിൻ്റെ പോലീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് MR അജിത് കുമാറാണെങ്കിൽ എന്താ ഇതിൽ പറയാനുള്ളത്? എങ്ങനെയാ പ്രതിപക്ഷം ഏറ്റെടുക്കുക? അപ്പോൾ അജിത് സാറോട് ചോദിക്കുന്നത് കേട്ട് പ്രതിപക്ഷം എന്താ ഏറ്റെടുക്കാത്തത്? ഓക്കെ, അപ്പോൾ അജിത് കുമാർ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷത്തെയാണ്. എന്തോ ആവട്ടെ, അജിത് കുമാർ പ്രതിപക്ഷത്തെയാണ് സംരക്ഷിക്കുന്നതെന്ന് കരുതേണ്ടി വരും. അദ്ദേഹം ഏത് ഫാക്ഷനാണ് എന്നും ഇനി കണ്ടുപിടിക്കേണ്ടി വരും. ശ്രീ അബിൻ വർക്കി, ഇവിടെ പോലീസ് സേനയുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് അൻവർ MLA പറഞ്ഞു. ഒരു വശത്ത് RSSന്റെ ഫാക്ഷനുണ്ട്, RSS ഫാക്ഷനെയും കവച്ചു വയ്ക്കുന്ന രീതിയിലുള്ള അജിത് കുമാറിൻ്റെതായ രീതിയിലൊരു ഫാക്ഷനും ഉണ്ട്. ഇവിടെ ഒരു വശത്ത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ പ്രിയപ്പെട്ടവരാണ് അജിത് കുമാർ. അതേ അജിത് കുമാർ തന്നെ പോലീസ് നയത്തിനെതിരായി, സർക്കാർ നയത്തിനെതിരായി പ്രവർത്തിച്ച് സർക്കാരിനെതിരെ ജനരോഷം തിരിച്ചുവിടുന്നു. ഇതാണ് അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിൻ്റെ മർമ്മം. ഇവിടെ നിങ്ങളെന്താണ് ഈ പോലീസ് സേനയെക്കുറിച്ച് കാണുന്നത്? അത് ഒരു അജിത് കുമാർ നിയന്ത്രിക്കുന്ന ഒരു സേനയാണോ? അതല്ല ഇത് സർക്കാരിൻ്റെ, പ്രതിപക്ഷ നേതാവ് തന്നെ പലപ്പോഴും പറയാറുള്ളത് സർക്കാരിൻ്റെ ഹിതാനുവർത്തികളായി പോലീസ് മാറുന്നു എന്നാണ്. ഇതിലേതാണ് നമ്മൾ പൊതുജനം വിശ്വസിക്കേണ്ടത്? അതായത് ശ്രീജിംസ്, ഇതിനകത്ത് വളരെ വ്യക്തമാണ്. ഒന്ന്, ആനി രാജയുടെ പ്രസ്താവന കേരളത്തിന്റെ പോലീസിനുള്ളിൽ ഒരു RSS ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ശ്രീ PV അൻവർ MLA ഇപ്പോൾ അത് അടിവരയിട്ടുകൂടി പറയുന്നു. ശ്രീ അജിത് കുമാറിന്, അതായത് സർവപ്രതാപിയായ കേരളത്തിലെ പോലീസ് സംഘത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായ ശ്രീ അജിത് കുമാറിന് RSSന്റെ കൃത്യമായ പിന്തുണയുണ്ട് എന്നുള്ളത്. ഇത് രണ്ടും നമ്മൾ കൂട്ടി വായിക്കണം. കേരളത്തിലെ പോലീസിനുള്ളിൽ RSSകാർ നുഴഞ്ഞു കയറിയിരിക്കുകയാണെന്നുള്ളതും ആ RSSകാരനാണ് ഈ കേരളത്തിലെ പോലീസിനെ നയിക്കുന്നത് എന്നുള്ളതും ഇപ്പോൾ വളരെ വ്യക്തമായിട്ടിരിക്കുകയാണ്. രണ്ട്, ഞങ്ങൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കപ്പെടുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കപ്പെടുന്നത് ഒരു ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘത്തിലെ ഒരു പ്രധാനിയാണ് ശ്രീ അജിത് കുമാർ, രണ്ടാമത്തെ പ്രധാനിയാണ് ശ്രീ ശശി, മൂന്നാമത്തെ പ്രധാനികൾ ആ ഓഫീസിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇവരുടെ കയ്യിലെ കളിപ്പാവയായി ഈ നമ്മളുടെ അബിൽ ചങ്കനെന്നും
ഇരട്ടച്ചങ്കനെന്നും വലിയ ശക്തിയുള്ളവനാണ് എന്നൊക്കെ പറയുന്ന ശക്തിമാനായ പിണറായി വിജയൻ ഇവരുടെ മുമ്പിലെ കളിപ്പാവകളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഇപ്പൊ ശ്രീ PV അൻവർ MLA ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. CPMന്റെ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഇത്രയധികം ഗുരുതരമായ ആരോപണം ഉന്നയിക്കേണ്ടി വന്നില്ലേ? ഈ ഗുരുതരമായ ആരോപണം ഇത്രകാലം ഉണ്ടായിട്ടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ്. ശ്രീ അജിത് കുമാറാണ് ഇന്നും. ഇപ്പൊ ശ്രീ PV അൻവർ MLA ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എത്ര ആരോപണം ഉന്നയിച്ചാലും ശ്രീ അജിത് കുമാറാണ് ഇന്നും ഈ മൊമെന്റിലും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സംഘത്തിലെ വിശ്വസ്തൻ, കേരളത്തിലെ മുഖ്യമന്ത്രി ഡയറക്ഷൻ കൊടുക്കുന്ന ഒന്നാമത്തെ കേരള പോലീസിലെ ഓഫീസർ എന്ന് പറയുന്നത് അജിത് കുമാറാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു CPM MLAയേക്കാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായ സഖാവ് പിണറായി വിജയന് വിശ്വസ്തൻ എന്ന് പറയുന്നത് ശ്രീ അജിത് കുമാറാണ്. ഈ അജിത് കുമാർ BJPക്ക് വേണ്ടി വിടുപണി ചെയ്തു എന്ന് ഒരു CPMന്റെ MLA പറയുകയാണ്. എങ്ങനെയാ വിടുപണി ചെയ്തേ? ഇവിടെ പൂരം കലക്കി സുരേഷ് ഗോപി എന്ന് പറയുന്ന ആദ്യത്തെ താമര വിരിയിക്കാൻ വേണ്ടി കേരള പോലീസിലെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ ഒരു വിടുപണി ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുജനം എന്ത് മനസ്സിലാക്കണം? അജിംസ് പറ. ഒന്നെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒന്നും അറിയാത്ത, ഒന്നും കാണാത്ത ഈ ആളുകളുടെ കയ്യിലെ കളിപ്പാവയായി മാറി എന്ന് ഒന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് RSSനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അജിത് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിലേതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? പൊതുജനം തീരുമാനിക്കട്ടെ. ഞങ്ങൾ ഈ രണ്ടാരോപണങ്ങളും മുന്നിൽ വെക്കുകയാണ്. ഒരു ഉപജാപക സംഘം അവിടെ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്, RSSന്റെ ഫാക്ഷൻ ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ശ്രീ കെ ഷാജി, ഈ അൻവർ MLA പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയും ഈ MR അജിത് കുമാറും തമ്മിൽ നല്ല ബന്ധമാണ്. അവരൊക്കെ കമ്മികളല്ലേ എന്ന് അജിത് കുമാർ സുരേഷ് ഗോപിയോട് ചോദിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഇപ്പോൾ ഒരു അൺഒഫീഷ്യൽ വളരെ പേഴ്സണലായ ടോക്കിൽ പോലും സർക്കാർ താൻ കൂടി ഭാഗമായ സർക്കാരിൻ്റെ പാർട്ടിയെക്കുറിച്ച് അവരൊക്കെ കമ്മികളല്ലേ എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻക്ലിനേഷൻ എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കണം. ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ച് ജയിച്ച കേരളത്തിലൊരു MLA പറയുന്നു കേരളത്തിലൊരു ADGP RSSന്റെ ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് അതിഗുരുതരമായ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. അദ്ദേഹം പൂരം കലക്കി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സംഘപരിവാറിന് അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടാകാൻ പ്രവർത്തിച്ചു എന്നുവരെ ഭരണമുന്നണിയുടെ ഒരു MLA വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുകയല്ലേ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. പാമ്പൻ പാലത്തിൻ്റെ യഥാർത്ഥ പിൻബലം ശങ്കർ സിമൻ്റ് ആണെങ്കിൽ ഈ അജിത് കുമാറിൻ്റെ പിൻബലം എന്താണ്? കാരണം കേരളത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനായി ഈ RSSന്റെ പിണിയാളായിട്ടോ അല്ലെങ്കിൽ RSSന്റെ പ്ലാന്റായിട്ടോ ഈ സംവിധാനത്തിൽ നിൽക്കുന്ന ഇയാൾ ഇപ്പോഴും തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അധികാരശക്തി എന്താണ്? അദ്ദേഹത്തിന് ഇതിനൊക്കെ ധൈര്യം കൊടുക്കുന്നത് ആരാണ്? ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ ആര് നിന്നതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര ധൈര്യത്തോടു കൂടി നിൽക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കണ്ടേ? കാരണം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭരണമുന്നണിയുടെ ഒരു MLA വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ വെളിപ്പെടുത്തിയത്? ഒരു സാധാരണഗതിയിൽ കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളില്ലേ? നമ്മൾ നോക്കുക. ഒന്നാമത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പഴി കേട്ടത് പോലീസ് വകുപ്പായിരുന്നു. ആ പോലീസ് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. പക്ഷേ ഭരണ തുടർച്ച ഉണ്ടായപ്പോൾ ഒന്നാം സർക്കാരിൽ നല്ലത് ചെയ്ത മന്ത്രിമാർ പലരും ആ സ്ഥാനത്തു നിന്നും മാറ്റപ്പെട്ടു. ഏതാണ്ട് എല്ലാവരും മാറ്റപ്പെട്ടു എങ്കിലും ഏറ്റവും മോശമായി ഭരിക്കപ്പെട്ട പോലീസ് വകുപ്പിൻ്റെ മന്ത്രി അതേ വകുപ്പിൽ തന്നെ തുടരുകയായിരുന്നു. അങ്ങനെ തുടർന്നതിൻ്റെ ഏറ്റവും ദയനീയമായ ഒരു പതനത്തിലേക്ക് ആ സംവിധാനം എത്തിപ്പെട്ടു എന്ന് വേണ്ടേ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അൻവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം മറ്റു പല കാര്യങ്ങളിലും ആളുകൾക്ക് വിശ്വാസം വരാത്ത തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് ബോധ്യം വരാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ കാര്യങ്ങളിൽ ഇപ്പോൾ ഈ പോലീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളിൽ അതീവ ഗൗരവതരമായിട്ടുള്ള ശ്രദ്ധ കേരള സമൂഹം കൊടുക്കേണ്ടതുണ്ട്. ഈ രീതിയിലാണ് ഈ സംവിധാനം പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രിയെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ വളരെ വ്യക്തിഗതമായ സാമുദായിക രാഷ്ട്രീയത്തോടുള്ള ഒരു മമത തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ ക്രമസമാധാന മണ്ഡലത്തിൽ, അത് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ, കേരളത്തിന്റെ ഭാവിയിലേക്ക് ഏത് തരത്തിലുള്ള അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് കെ ഷാജി. അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് കെ ഷാജി. ഞാൻ വരാൻ കഴിയും. ശ്രീ അൻവർ, എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസ് അങ്ങേക്ക് ഓർമ്മയുണ്ടാവും. ആ ട്രെയിൻ തീവെപ്പ് കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും ഈ സ്ഥലം സന്ദർശിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ആ എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതി എവിടെ നിന്നാണ് വരുന്നത്, ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്.
അങ്ങനെ ഒരു ബോധമുള്ള ആളാണ് എം.ആർ. അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ക്രമസമാധാനം കേരളത്തിൻ്റെ. അങ്ങ് ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ആ സംഭവം ചൂണ്ടിക്കാട്ടിയതാണ്. പാർട്ടി പിന്തുണ ഇല്ലെങ്കിലും അങ്ങ് ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകുമോ പോലീസിലെ ഈ ഫാക്ഷനെതിരെ? ഞാൻ മുന്നോട്ട് പോകും. പാർട്ടി പിന്തുണ ഉണ്ടാകും എന്ന് തന്നെ. പാർട്ടി എന്ന് പറയുന്ന ആരാ? ഈ പാർട്ടിയിലെ പാവപ്പെട്ട ജനങ്ങളും സഖാക്കളും അതിൻ്റെ നേതാക്കളുമാണ്. അവരൊക്കെ മനുഷ്യരാണല്ലോ. ആ ഒരു സംവിധാനത്തിൻ്റെ നിലനിൽപ്പിന് കടക്കൽ കത്തിവെക്കുന്ന വളരെ ഗൂഢമായ പോലീസിൻ്റെ, അജിത് കുമാറിൻ്റെ ഈ നീക്കത്തിനെതിരെയാണ് എൻ്റെ പോരാട്ടം. അത് പാർട്ടിക്ക് മനസ്സിലാക്കാൻ എന്താ പ്രയാസം? ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇവിടെ ഈ പൊതുസമൂഹത്തിന് മുമ്പ് എനിക്ക് ഓടിപ്പോകാൻ പറ്റുമോ? അജിംസെ, നിങ്ങൾ വിചാരിക്കുന്നിടത്തല്ല ഈ കാര്യങ്ങൾ നിൽക്കുന്നത്. ഞാനൊരു വാക്ക് ഉപയോഗിച്ചോ, നിങ്ങൾ കേട്ടല്ലോ, നൊട്ടോറിയസ് ക്രിമിനൽ എന്ന്. എം.ആർ. അജിത് കുമാർ. എന്താ അത് പറയാനുള്ള എൻ്റെ ധൈര്യം? അദ്ദേഹത്തിൻ്റെ നൊട്ടോറിയസ് ക്രിമിനലിസം പുറത്തു വരാൻ പോവുകയാണ് അജിംസ്. അപ്പോൾ നമുക്ക് കാണാം. ഇതൊക്കെ ഈ പാർട്ടി പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കല്ലേ. എല്ലാം കൂടെ ഒരുമിച്ച് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഓക്കെ, എം.എൽ.എ. അതിനർത്ഥം ഇനിയും കൂടുതൽ കാര്യങ്ങൾ അങ്ങ് പുറത്തുവിടാനുണ്ട് എന്നാണ് നമ്മുടെ അജിത് കുമാറിനെ കുറിച്ച്. തീർച്ചയായിട്ടും അജിംസ്, ഒറ്റ കാര്യം ഞാനൊരു ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തട്ടെ. ഇന്നലെ മീഡിയ വണ്ണിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. നിങ്ങളിത് ഇന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഈ എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്ത്, കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സുജിത് ദാസ് അതിൽ പണമുണ്ടാക്കിയിട്ടുണ്ടോ, ആ ശൃംഖലയിൽ അദ്ദേഹം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം അതിലുണ്ടായിരുന്നു, പക്ഷേ അത് പണമുണ്ടാക്കുന്ന വഴിയിലാണോ അതല്ല അജിത് കുമാർ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടി ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കിട്ടിയ കുറച്ച് ഇൻഫർമേഷൻ, ഈ പറയുന്ന സുജിത് ദാസ് കോടാനകോടി രൂപ ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏകദേശ തെളിവുകൾ കയ്യിലെത്തിയിട്ടുണ്ട്. ബാക്കി തെളിവുകൾ കൂടി വരുമ്പം കേരളമല്ല ഇന്ത്യ ഞെട്ടും. ഈ നൊട്ടോറിയസ് ക്രിമിനൽ സംഘം എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നല്ലേ അതിന് ഞാൻ ഇപ്പം പറയുന്നുള്ളൂ. അല്ല, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. എങ്ങനെയാണ് പോലീസ് അതിൽ ഇൻവോൾവ് ആവുന്നത്? അതിൻ്റെ മോഡസ് ഓപ്പറാൻഡി എന്താണ്? അല്ല, അതിപ്പോൾ പറയാൻ കഴിയില്ല. ഒരു മണിക്കൂറെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയാൻ കഴിയില്ല. അതിങ്ങനത്തെ ചർച്ചയിലും പറയാൻ കഴിയില്ല. അത് ഞാൻ ഓപ്പണായിട്ട് ഇരുന്നത് പറയും. അതായത് സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പണം പിടുങ്ങുന്നതാണ്, അതല്ല സ്വർണ്ണക്കടത്ത് തന്നെ ഇവർ തന്നെയാണോ നിയന്ത്രിക്കുന്നത്? എന്താ അങ്ങയുടെ ആരോപണം? അതൊക്കെ നമുക്ക് കാണാം ജിൻസേ, അല്ല കാണാം. ഓക്കെ, പി അൻവർ, അങ്ങ് പറയാൻ പോകുന്ന, അൺഎർത്ത് ചെയ്യാൻ പോകുന്ന കുറേ അധികം സത്യങ്ങൾ ഇനി വരാൻ പോകുന്നതാണ് പറയുന്നത്. എൻ്റെ പ്രശ്നം, അങ്ങ് ഈ ഫൈറ്റ് നടത്തുന്നത് സർക്കാർ സംരക്ഷണമുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ്. അവിടെയാണ് പ്രശ്നം. അങ്ങേക്ക് എത്ര ദൂരം മുന്നോട്ട് പോകാൻ കഴിയും? ഇന്ന് പാർട്ടി സെക്രട്ടറി തന്നെ അങ്ങേ തിരുത്തണം എന്ന രീതിയിലാണ് പറയുന്നത്. അല്ല ജിംസ്, സർക്കാർ എപ്പോഴാണ് സംരക്ഷണം കൊടുക്കുക? സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായും നീതിപൂർവവും പക്ഷപാതിത്വമല്ലാതെയും പ്രവർത്തിക്കുമ്പോൾ സർക്കാർ സംരക്ഷണം ഉണ്ടാവും. സർക്കാരിനെയും ജനങ്ങളെയും ഈ ഗവൺമെന്റിനെ പ്രതിനിധിക്കുന്ന പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ തകർക്കാൻ ഈ കള്ളക്കച്ചവടക്കാരോടൊപ്പം കൂട്ടുനിന്ന് തകർക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ഇടതുപക്ഷ സർക്കാരിന് സഹായിക്കാൻ കഴിയുമോ ജിംസ്? അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങേക്ക് ഈ കാര്യം പാർട്ടി സെക്രട്ടറിയെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറി എങ്കിലും ധരിപ്പിക്കാൻ കഴിയുമോ? ഇതൊക്കെ ഞാനീ പറയുന്നതൊക്കെ എല്ലാവരും കേൾക്കുന്നില്ലേ ജിംസ്? പിന്നെ നമ്മൾ വേറൊന്ന് പറയണോ? വേറെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇത് തുറന്ന പുസ്തകമല്ലേ ഈ പറച്ചിൽ. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരും ഇത് കേൾക്കുന്നില്ലേ, കണ്ണെല്ലാവർ കാണുന്നില്ലേ? പിന്നെ ഒരു പ്രത്യേകം പറച്ചിലിൻ്റെ ആവശ്യത്തിലെന്താ? അതായത് ഈ പറച്ചിലിൽ നിന്ന് പാർട്ടി ഇത് മനസ്സിലാക്കട്ടെ എന്നാണ് അങ്ങ് കരുതുന്നത്? എൻ്റെ അജിൻസെ, നിങ്ങൾ പോകുന്ന എങ്ങോട്ടേക്കാന്ന് എനിക്കറിയാം. ആ ചൂണ്ടയിലൊന്നും ഞാൻ കൊത്തൂല, അത് പ്രതീക്ഷിക്കണ്ട. ഞാൻ വളരെ സതുദ്ദേശത്തോടു കൂടി ഇറങ്ങിയൊരു കാര്യമാണ്. അതിൻ്റെ എൻഡ് വരെ ഞാൻ പോയിരിക്കും, എനിക്ക് ആയുസുണ്ടെങ്കിൽ. അത്രയും കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. ശരി, എന്തായാലും കരിപ്പൂർ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് എന്തോ കാര്യങ്ങൾ
PV അൻവർ MLA ക്ക് ഇനിയും പറയാനുണ്ട് എന്നാണ് ഈ ചർച്ച പൂർത്തിയാകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. വളരെ നന്ദി ശ്രീ അൻവർ, ശ്രീ അബിൻ വർക്കി, ശ്രീ കെ ഷാജി ഇത്രയും സംസാരിച്ചു.